ഇവർ ഓരോരുത്തരെയായിട്ടാണ് പിടിക്കാൻ വരിക. ആദ്യം മുസ്ലിങ്ങൾ ശത്രുക്കളായി പ്രഖ്യാപിച്ചു, വീണ്ടും രാജ്യത്ത് ക്രിസ്ത്യൻസ് ശത്രുക്കളായി പ്രഖ്യാപിക്കുക മാത്രമല്ലല്ലോ, കണ്ണുള്ളവർക്കൊക്കെ കാണാമല്ലോ. ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന മുസ്ലിം വേട്ടയും ക്രിസ്ത്യൻ വേട്ടയും കണ്ണുള്ളവർക്ക് ഒക്കെ കാണാം. അവരുടെ സംസാര ഭാഷയിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും അവരോട് കാണിക്കുന്ന എന്താ പറയുക പ്രീണനവും അവരോട് കാണിക്കുന്ന ശത്രുതയും വൈരാഗ്യവും ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ഒരു മുന്നയെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഒരു മുന്ന ഒരു വൈദികന്റെ മുന്നിൽ നിന്നിട്ട് അദ്ദേഹം വിശ്വസിക്കാത്ത ഒരു വിഗ്രഹം വളരെ ഭവ്യതയോടുകൂടി ഏറ്റുവാങ്ങുന്നു. കാരണം ഒരു ഇലക്ഷനെ നേരിടുകയാണ്. നമസ്കാരം. നമുക്കൊപ്പം ഇന്ന് ചേരുന്നത് ഷൈൻ ടീച്ചറാണ്. ടീച്ചർ, ഈ വഖഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ടീച്ചറിന്റെ ആ വിഷയത്തിൽ ഒരു പ്രതികരണം? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായി ഉറപ്പു നൽകുന്ന ഫെഡറലിസത്തിനും മതനിരപേക്ഷതയ്ക്കും തുല്യതയ്ക്കും ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന പരിരക്ഷയ്ക്കും ഒക്കെ എതിരായിട്ടുള്ള ഒരു ബില്ലാണ് ലോക്സഭ പാസ്സാക്കിയിട്ടുള്ളത്. ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയിട്ടുള്ളത്. അത് രാജ്യം ഭരിക്കുന്ന BJP-യുടെ വലിയ തോതിലുള്ള ഒരു അജണ്ട അതിൻ്റെ പിന്നിലുണ്ട്. ജനങ്ങളെ തമ്മിൽ മതപരമായി ഭിന്നിപ്പിക്കുക എന്നുള്ള ഒരു വർഗീയ അജണ്ട. ആ അജണ്ട വെച്ചുകൊണ്ടാണ് ഈ ബില്ലിലേക്ക് BJP വന്നിട്ടുള്ളത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ BJP 2014 അധികാരത്തിൽ വന്നത് മുതൽ നമ്മുടെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അവകാശം റദ്ദ് ചെയ്തത്, അതുപോലെ തന്നെ സിറ്റിസൺസ് അമെൻമെന്റ് ബില്ല് പാസ്സാക്കിയത്, അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ, മുത്തലാഖ് ബില്ല് പാസ്സാക്കിയ സംഭവം, അങ്ങനെ നിരവധിയായിട്ട് എടുത്താൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിദ്വേഷ ക്യാമ്പയിൻ അതിനുവേണ്ടി രാജ്യത്തെ ഉപയോഗിക്കുന്നു. രാഷ്ട്രത്തെയും രാഷ്ട്രത്തിന്റെ ഉപകരണങ്ങളെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ ഉപകരണങ്ങളെയും ഉപയോഗിക്കുന്നു. അതിനനുസരിച്ച് എല്ലാ മേഖലയിലും BJP ഇടപെടുന്നു. ചരിത്രം മാറ്റാൻ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ നിയമം 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നു. അതിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അധികാരം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനകത്ത് സംസ്ഥാന ഗവൺമെന്റുകൾക്കുണ്ടായിരുന്ന പരിമിതമായ അവകാശത്തെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഏകാധിപത്യ പ്രവണത വിദ്യാഭ്യാസ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ രാജ്യത്ത് അത്യന്തം ഭീതിജനകമായൊരു സാഹചര്യം കുറെ കാലങ്ങളായി BJP പയറ്റുന്നു. അതിന്റെ ഒരു ആ ചങ്ങലയിൽപ്പെട്ട ഒന്നാണ് ഇപ്പോ പാസ്സാക്കപ്പെട്ടിട്ടുള്ള വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഈ ബില്ലിന് ചർച്ച നടക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നിശബ്ദനായിട്ട് ഇരിക്കുന്ന സാഹചര്യം, പ്രിയങ്ക ഗാന്ധി വരുന്നില്ല, അങ്ങനെ വിട്ടു നിൽക്കുന്ന, അതുപോലെ തന്നെ ഹൈബീഡ് നടക്കമുള്ള ആളുകൾക്കെതിരെ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പൊ അതിനെയൊക്കെ മൊത്തത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം 2024 ലോക്സഭ ഇലക്ഷൻ, ആ ലോക്സഭ ഇലക്ഷൻ അതിന് മുൻപുള്ള ലോക്സഭ, അതായത് BJP-യുടെ രണ്ടാമത്തെ ഗവൺമെന്റ് ഭരിക്കുന്ന ഘട്ടത്തിൽ നമുക്കൊരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പൊസിഷനിലേക്ക് ഇന്ത്യയിലെ കോൺഗ്രസിന് ഒരു സാധ്യത ഇല്ല. പക്ഷെ 2024 ലോക്സഭ ഇലക്ഷൻ ക്യാമ്പയിൻ നമ്മളെല്ലാവരും നടത്തിയത്, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി എന്നുള്ള പ്രത്യേക ഒരു അലയൻസ് ഉണ്ടാക്കി ഇന്ത്യയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട്, ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന രക്ഷിക്കപ്പെടണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക, ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതനിരപേക്ഷതയും ഫെഡറലിസവും ജനാധിപത്യവും സംരക്ഷിക്കുക എന്ന വളരെ കൃത്യമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 2024 ലോക്സഭ ഇലക്ഷനെ നമ്മൾ നേരിട്ടത്. അത് ഏതാണ്ട് ജനങ്ങൾ കുറെ കൂടി അത് ഏറ്റെടുക്കുകയുണ്ടായി. ഇന്ത്യയിലാകമാനം നോക്കിയാൽ ഉത്തരേന്ത്യയിലടക്കം നമ്മൾ പലപ്പോഴും പറയാറുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ വർഗീയമായി ഏറ്റവും കൂടുതൽ എന്താണ് പറയുക ഫലമെടുക്കാൻ കഴിയുന്ന ജനങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും 2024 ലോക്സഭ 18ാം ലോക്സഭ ഇലക്ഷനിൽ ഉത്തരേന്ത്യയിൽ നിന്നടക്കം BJP-ക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. അതിന്റെ ഒരു ഗുണം കിട്ടിയത് ഇന്ത്യ മുന്നണിക്കാണ്. ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന കോൺഗ്രസിന് അതിന്റെ ഒരു മേൽക്കൈ നേടുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ലോക്സഭയിൽ കൃത്യമായൊരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പൊസിഷൻ പോലും നമുക്ക് ലഭിച്ചത്. അപ്പോൾ അന്ന് വോട്ട് ചെയ്ത ജനങ്ങൾ, രാജ്യത്ത് ആകമാനമുള്ള ജനങ്ങൾ, ഉത്തരേന്ത്യയെന്നോ ദക്ഷിണേന്ത്യയെന്നോ അല്ലെങ്കിൽ കിഴക്കൻ ഇന്ത്യയെന്നോ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ
കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെച്ച ഈ പറഞ്ഞ മുദ്രാവാക്യം. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലൊക്കെ ഏറ്റവും മികച്ച ഒരു സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് മൺമറഞ്ഞുപോയ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി എന്ന് ശ്രീ രാഹുൽ ഗാന്ധി അടക്കം അദ്ദേഹത്തിനെ ഓർമ്മിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി വച്ച മുദ്രാവാക്യം ജനങ്ങൾ അംഗീകരിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി ഉയർന്നു. ഇപ്പൊ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ് മുന്നണി, ആ കോൺഗ്രസ് കൃത്യമായും ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ്, ജനങ്ങൾക്ക് കൊടുത്ത വിശ്വാസം, ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കും, മതനിരപേക്ഷത സംരക്ഷിക്കും, ഫെഡറലിസം സംരക്ഷിക്കും, ജനാധിപത്യം സംരക്ഷിക്കും, ഈ ഉറപ്പ് പാർലമെന്റിനകത്ത് അവർ പാലിക്കും എന്നുള്ള വിശ്വാസമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളത്. കോൺഗ്രസിന് വോട്ട് കൊടുത്ത, ഇന്ത്യ മുന്നണിക്ക് വോട്ട് കൊടുത്ത, ഇന്ത്യ മുന്നണിക്ക് കൃത്യമായി ഒരു പ്രതിപക്ഷ നേതാവിനെ കൊടുത്ത ജനങ്ങൾക്ക് ആകമാനമുള്ളത് ഈ വിശ്വാസമാണ്. ഇവർ തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ, നിയമനിർമ്മാണ വേദികളിലൊക്കെ ഈ ഒരു മുദ്രാവാക്യം ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കും എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തെ കോൺഗ്രസ് തകർത്തു എന്നതാണ് ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ. ആ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത്. ഒരു 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വന്നത്. എങ്കിലും പോട്ടെ, വന്നല്ലോ എന്നൊരാശ്വാസം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവിടെ കൃത്യമായി ശബ്ദിക്കേണ്ട ഒരു വ്യക്തി ശ്രീ രാഹുൽ ഗാന്ധിയാണ്, ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, വയനാട്ടിൽ നിന്നുള്ള MP 48% മുസ്ലിം മതവിഭാഗമുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുപോയ ശ്രീമതി പ്രിയങ്ക ഗാന്ധി, അവർ ഈ നാട്ടിലേ ഇല്ല, ഈ രാജ്യത്തെ ഇല്ല. അവരാരുടെയോ എന്താ പറയാ രോഗ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്തേക്ക് പോയി അതെ അറിയാൻ കഴിഞ്ഞത്. സത്യത്തിൽ അവർക്ക് ഇന്ന് ലോകത്തിന്റെ ഏതു ഭാഗത്തിരുന്നും നമുക്ക് നമ്മുടേതായ പ്രതികരണം അറിയിക്കാം, ഓരോന്നിനെ കുറിച്ചും, ഓരോ കാര്യത്തെ കുറിച്ചും. പ്രത്യേകിച്ച് ലോക്സഭാ അംഗം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് എന്നത്തെ നിലക്ക്, ആ കോൺഗ്രസിന്റെ ഒരു വക്താവ് എന്നുള്ള നിലയ്ക്ക് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. അങ്ങനെയുള്ള ഒരു വ്യക്തി ഉടനീളം മൗനം പാലിച്ചു എന്നുള്ളത് വളരെ ഖേദകരമാണ്. രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച്, മതനിരപേക്ഷ വിശ്വാസികളെ സംബന്ധിച്ച്, ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഈ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് 18ാം ലോക്സഭയിൽ മത്സരിക്കുകയും അതിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രതിപക്ഷ നേതാവും ഒരു മികച്ച സീറ്റും താരതമ്യേന കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് താരതമ്യം ചെയ്യുമ്പോൾ മികച്ച ഒരു സീറ്റും ഒക്കെ കൊടുത്ത ജനങ്ങളെ ആകെ നിരാശയിലാക്കുന്ന ഒരു നടപടിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും. അതുപോലെ തന്നെ മൗനം പാലിച്ചുകൊണ്ട് ജനങ്ങളെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ഒരു നിലപാടാണ് ശ്രീ രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ളത്. അപ്പൊ അവര് ഇപ്പൊ പലതും പറയുന്നത്, ഇപ്പൊ ഞാൻ ശ്രീ ഷാഫി പറമ്പിലിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസ് ഉള്ളത്, ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസ് ഉണ്ട്. അവിടെയൊക്കെ അദ്ദേഹം എവിടെയോ ഏതോ ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് ചെന്നപ്പോ, അവരുടെ പ്രവർത്തകര് ചെന്നപ്പോ ഗ്രാമീണരോട് ചോദിച്ചു. ആ ഗ്രാമീണരാകെ മോദിക്കെതിരാണ്, മോദിയെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവർ ചോദിച്ചു, നിങ്ങൾ ഇപ്രാവശ്യം കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ എന്ന് ആ ഗ്രാമത്തിലെ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ തിരിച്ചു മറുപടി പറഞ്ഞത്, കോൺഗ്രസ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു, മുസ്ലിങ്ങളുടെ കൂടെയാണ്, അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. അപ്പോൾ ആ ജനങ്ങളുടെ ധാരണ തിരുത്താൻ വേണ്ടിയാണത്രേ ഇവരിങ്ങനെ മുസ്ലിങ്ങളെ എന്താ പറയുക ആക്രമിക്കുന്ന നിയമനിർമ്മാണവും അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന സംഭവവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊന്ന് ന്യൂട്രലായിട്ട് നിൽക്കുന്നത് എന്ന ഏറ്റവും അപഹാസ്യമായ, അപക്വമായ ഒരു രാഷ്ട്രീയ ബോധമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു കാലത്ത് ഇപ്പോ കേരളത്തിൽ മതപരിവർത്തനം നടന്ന ഒരു കാലമുണ്ട്. എന്തുകൊണ്ട് ജനങ്ങൾ വേറൊരു മതത്തെ സ്വീകരിച്ചു? തങ്ങൾ വിശ്വസിക്കുന്ന മതത്തിനകത്ത് അവരനുഭവിച്ച ദുരിതങ്ങൾ, അവരനുഭവിച്ച അവഹേളനങ്ങൾ, മനുഷ്യനായി പോലും പരിഗണിക്കാത്ത അവസ്ഥ,
അതിൽ നിന്ന് മോചനം നേടാൻ മറ്റൊരു മതത്തിൽ ചെന്നാൽ അവർക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യൻ ചിന്തിക്കുമല്ലോ, എന്നാ പിന്നെ അപ്പുറത്തേക്ക് പോയാൽ എനിക്ക് മറ്റുള്ള ആളുകൾ അനുഭവിക്കുന്ന മനുഷ്യാവകാശങ്ങൾ എനിക്ക് ഇവിടത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട് അവിടെ അനുഭവിക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് ഒരു കാലത്ത് കേരളത്തിലടക്കം പരിവർത്തനം നടന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ കുറെ ആളുകൾ മാറാൻ കാരണം എന്താണ്? കുറെ ആളുകൾ മാറാൻ കാരണം ഇവിടെ അത്തരത്തിൽ സാമൂഹ്യ വിദ്യാഭ്യാസം നടന്നു എന്നുള്ളതാണ്. ഇപ്പോ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വക്കം മൗലവിയും ഒക്കെ ഉൾപ്പെട്ട ഒരു വലിയൊരു നിര സാമൂഹ്യ പരിഷ്കരണം നടത്തി. അതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷകരുടെയും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ, തൊഴിലാളികളുടെ ഒക്കെ നേതൃത്വത്തിൽ വിവിധ തൊഴിൽ മേഖലയിൽ, കർഷകരുടെ, കയർ തൊഴിലാളികളുടെ, പരമ്പരാഗത വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ കൃത്യമായി മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ആശയം ഈ കേരള സമൂഹത്തിന് നൽകി. അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നും കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിന് മുൻപ് വരെ ഇടയ്ക്കെങ്കിലും ഇടതുപക്ഷ ഗവൺമെന്റ് വരാൻ കാരണം എന്താ? ജനങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഈ ഗവൺമെന്റ് നിർമ്മിക്കും എന്ന് 1957 മുതൽ ജനങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചതാണ്. ആ ഒരു ബോധ്യം, ഒരു വിശ്വാസം അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തത് കൊണ്ടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊടുത്തു. ആ വിശ്വാസം ഉറപ്പിക്കാൻ നിയമനിർമ്മാണങ്ങളിലൂടെ ഇപ്പോൾ കർഷക ബില്ല് അവതരിപ്പിച്ചു, വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചു തുടങ്ങി നമ്മൾ ഇങ്ങോട്ട് തുടർന്ന് നോക്കിയാൽ ഒട്ടേറെ ബില്ലുകൾ സാധാരണ ജനങ്ങൾക്ക്, ഇടത്തരക്കാർക്ക്, എല്ലാ വിഭാഗങ്ങളെയും കൺസിഡർ ചെയ്യുന്ന നിയമനിർമ്മാണങ്ങൾ കേരളത്തിൽ ഉണ്ടായി. അതിന്റെ ഭാഗമായ ഒരു വിശ്വാസം ജനങ്ങൾക്ക് വന്നു. ജനങ്ങൾ എന്ത് ചെയ്തു? ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ചില തെറ്റായ ധാരണകൾ ചില മതകേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിപ്പിച്ചു. അത് വിശ്വസിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ എന്താണ് പറയാ, തെറ്റുകാരാണ് അല്ലെങ്കിൽ അകറ്റി നിർത്തേണ്ടവരാണ് എന്ന് കണ്ട ജനങ്ങൾ തന്നെയാണ് ഇന്ന് അവരെ ചേർത്ത് നിർത്തുന്നത്. ഒരു രണ്ടാം ഭരണം ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ കൊടുത്തത്, ഞാൻ പറയുന്നത്, ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തു. ഞങ്ങളുടെ പോളിസി ഇതാണ്, ഞങ്ങളുടെ ഐഡിയോളജി ഇതാണ്, ഞങ്ങൾ നിൽക്കുന്നത് മനുഷ്യ സമൂഹത്തിന് ആകെ വേണ്ടിയാണ്, ഏതെങ്കിലും മതത്തിനോ ഏതെങ്കിലും ജാതിക്കോ വേണ്ടിയല്ല. അത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ താല്പര്യമാണ്. തങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് ദൈവത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ തികച്ചും വ്യക്തിപരമാണ്. മറിച്ച് കേരളത്തിലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക്, ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ജനങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും എന്ന് ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്ന ഒരു എന്താ പറയാ നയമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇടതുപക്ഷം വെച്ചത്. ആ നയം ജനങ്ങൾ ബോധ്യപ്പെട്ടു, അവരതെടുത്തു, അവർ സ്വീകരിച്ചു, തുടർന്നു പോരുന്നു. ഇതേ രീതിയല്ലേ കോൺഗ്രസ് എല്ലായിടത്തും എടുക്കേണ്ടത്? ഇന്ത്യ മുഴുവനുള്ള ജനങ്ങളോട് തങ്ങളുടെ പോളിസി, തങ്ങളുടെ നയം എന്താണെന്ന് പറയണം. നിർഭാഗ്യവശാൽ കോൺഗ്രസിന് അങ്ങനെ ഒരു പോളിസി, ഒരു നയം ഇല്ല, ഒരു ഐഡിയോളജി ഇല്ല. മനുഷ്യത്വം പറയുന്ന ഒരു ഐഡിയോളജി കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ഭയക്കുന്നത്. ഭയക്കാൻ കാരണം, അതായത് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പോളിസി എടുക്കുന്നു, കേരളത്തിൽ വരുമ്പോൾ ഒരു തന്ത്രം സ്വീകരിക്കുന്നു. ടീച്ചർ, ഈ വഖഫ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് മുനമ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമരം, ആ സമരത്തിലെ ആളുകൾക്ക് അവർ അർഹിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയെടുക്കാൻ കഴിയും. അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയതെന്നാണ് BJP പറയുന്നത്. ഇന്നലെ BJPയിലേക്ക് 50ഓളം ആളുകൾ, സമരം ചെയ്യുന്ന 50ഓളം ആളുകൾ BJPയിൽ ചേരുന്ന സാഹചര്യമൊക്കെ കണ്ടു. നിലവിൽ അതിനെങ്ങനെയാണ് ടീച്ചർ നോക്കി കാണുന്നത്, BJPയുടെ ആ തന്ത്രത്തെ? ഈ മുനമ്പം എന്നുള്ള പരാമർശം ഇപ്പൊ ഇവിടെ നിന്ന് പോയിട്ടുള്ള കേന്ദ്രമന്ത്രി പരാമർശിക്കുന്നത് കേട്ടു. അങ്ങനെ ചില കോണുകളിൽ നിന്നൊക്കെ മുനമ്പം എന്ന് പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും താരതമ്യേന ചെറുതും എന്നാൽ പല വിധത്തിൽ നമ്മളെ അവഗണിക്കുന്നതുമായിട്ടുള്ള ഈ കേരളം, ആ കേരളത്തിലെ തന്നെ ഒരു ചെറിയ പ്രദേശം, 600ഓളം വരുന്ന കുടുംബങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം. 600ഓളം വരുന്ന കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നം ഒരിക്കലും ചെറുതല്ല. ഒരു കുടുംബമാണെങ്കിൽ പോലും അതൊരു ചെറിയ വിഷയമല്ല. പക്ഷെ ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറുതാണ് ഉള്ളൊരു വിഷയമാണ് മുനമ്പം. അപ്പൊ തീർച്ചയായും മുനമ്പം അവർ ഇവിടെ, അതായത് കേരളത്തിൽ BJPയുടെ തന്ത്രം പ്രയോഗിക്കുന്നതിനുള്ള ഒരു കുതന്ത്രമായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം യഥാർത്ഥത്തിൽ അവര് പറയുന്നത് എന്താ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് വഖഫ് ഭേദഗതി നിയമം അല്ല ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, അതായത് BJP ഇന്ന് വരെയും എടുത്തിട്ടുള്ള നയങ്ങളുടെ ഒരു വസ്തുത, യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം
ഈ ബില്ലിനെ സംബന്ധിച്ച് അവർ പറയുന്ന മുസ്ലിങ്ങളെ രക്ഷിക്കാനാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള മുനമ്പം വിഷയം പരിഹരിക്കാനാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, പണ്ട് കാലത്ത് എൻ്റെ മക്കളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടി ചില കാർട്ടൂൺ ബേസ് ആയിട്ടുള്ള ചില കഥകൾ വെച്ചു കൊടുക്കുമായിരുന്നു, ചെറിയ ചെറിയ കൊച്ചു കഥകൾ. അപ്പൊ അതിൽ പറയുന്ന ഒരു കഥ കൊക്കും ഞണ്ടും എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അപ്പൊ ഒരു കുളത്തിൽ ധാരാളം മത്സ്യങ്ങൾ സ്വസ്ഥമായി ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ കുളത്തിന്റെ വക്കത്ത് എപ്പോഴും ഒരു കൊക്ക് വന്നിരിക്കും, മത്സ്യത്തെ കിട്ടുന്നതിന് വേണ്ടി കൊക്ക് വന്നിരിക്കും. പക്ഷെ വളരെ തന്ത്രപൂർവ്വം ഈ മത്സ്യങ്ങളൊക്കെ സ്വയരക്ഷാപരമായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ എടുത്ത് ഈ കൊക്കിൽ നിന്ന് രക്ഷപ്പെട്ടു കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ്. ഇതിനിടയിലാണ് ഒരു മുക്കുവൻ ഈ കുളത്തിന്റെ സമീപത്തോടു കൂടി പോകുന്നു. അപ്പൊ ഇയാളിത് കാണുന്നു, നിറയെ മത്സ്യങ്ങൾ തത്തി കളിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളത്തിൽ. അപ്പൊ ഇയാള് ആത്മകഥം പറയാണ്, നാളെ വലയായിട്ട് വന്നിട്ട് ഇതിനെയൊക്കെ പിടിക്കാം എന്ന് പറഞ്ഞു പോവാണ്. ഇത് മത്സ്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഒപ്പം ഈ വക്കത്തിരിക്കുന്ന കുളത്തിന്റെ വക്കിലിരിക്കുന്ന കൊക്കും കേൾക്കുന്നുണ്ട്. അപ്പൊ മത്സ്യങ്ങളൊക്കെ ആകെ ഭയപ്പെട്ടു. ഇത് നാളെ ഇയാൾ വരുമല്ലോ, അടുത്ത ദിവസങ്ങളിലായി ഇയാൾ ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കും, നമ്മൾ ഓരോരുത്തരെയായി പിടിക്കും, നമ്മുടെ ജീവൻ നശിക്കും. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊക്ക് ഇത് മനസ്സിലാക്കുകയാണ്, ഇവരൊക്കെ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ്. കൊക്ക് പറയും, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം. പക്ഷെ നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. ഞാൻ എൻ്റെ കൊക്കിൽ ഓരോരുത്തരെയായിട്ട് അങ്ങ് ദൂരെ ഒരു നിറയെ നല്ല വെള്ളമുള്ള, ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായി കഴിയാനുള്ള ഒരു സ്ഥലമുണ്ട്, നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോ ആദ്യം കൊക്കിനെ അറിയാലോ മത്സ്യങ്ങൾക്ക്, പക്ഷെ എങ്കിലും ഇപ്പുറത്ത് ആരാ നിൽക്കുന്നത്, മുക്കുവൻ നിൽക്കുകയാണ്. അപ്പൊ ഇവര് സമ്മതിക്കും, ശരി. അങ്ങനെ ഓരോരുത്തരെ ആദ്യം മുതിർന്ന മത്സ്യങ്ങളെ, വലിയ വലിയ മത്സ്യങ്ങളെയൊക്കെ കൊണ്ടുപോവുകയാണ്. അവസാനം ഈ കുളത്തിലൊരു ഞണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞണ്ടിനെയും രക്ഷിക്കണമല്ലോ. അപ്പൊ കൊക്ക് പറഞ്ഞു, നിന്നെയും ഞാൻ രക്ഷിക്കാം, അല്ലെങ്കിൽ നിന്നെയും കൊണ്ടുപോകും, ആള് വന്ന് കൊണ്ടുപോകും. അപ്പൊ ഞണ്ടും സമ്മതിച്ചു. പക്ഷെ ഞണ്ടിന് കൊക്കില് കൊത്തിയെടുക്കാൻ പറ്റില്ല, വെയിറ്റ് ഉള്ള സാധനമാണ്. അപ്പൊ ഞണ്ട് പറഞ്ഞു, ഞാനൊരു പണി ചെയ്യാം, കൊക്കിന്റെ പുറത്ത് കയറാം. ഞണ്ട് കൊക്കിന്റെ പുറത്ത് കയറി ഇങ്ങനെ പറന്നു പോവാണ്. അപ്പോ ഈ ഞണ്ടിനെ കൊണ്ടുപോവാണ്. അപ്പൊ ഞണ്ട് ഈ കൊക്കിന്റെ പുറത്തിരിക്കുകയാണ്. ഈ കൊക്കിന്റെ പുറത്തിരിക്കുന്ന ഞണ്ട് വളരെ ദൂരെ നിന്ന് ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച കണ്ടത് ധാരാളം മുള്ളുകൾ മാത്രം ഒരു പാറയുടെ മുകളിൽ ചിന്നിച്ചിതറി കിടക്കുകയാണ്. അപ്പൊ കൊക്കിന് ഇത് കണ്ടപ്പോ, ഞണ്ടിന് ഞണ്ടിന് കാര്യം പിടികിട്ടി. കാരണം മത്സ്യങ്ങളെ എല്ലാം രക്ഷിക്കാം എന്ന വ്യാജേനെ വളരെ തന്ത്രം ഉപയോഗിച്ച് കൊണ്ടുപോയി കൊക്ക് ഇവരെയൊക്കെ സാപ്പിടുകയാണ് ചെയ്തത്. ഇത് ബോധ്യപ്പെട്ട ഞണ്ടിന് കാര്യം മനസ്സിലായി. താഴെ ഇറങ്ങാൻ സമയമായപ്പോഴേക്കും കൊക്കിന്റെ കഴുത്തിന് പിടിച്ച് ഞണ്ട് കൊക്കിനെ വകവരുത്തുകയാണ്. എനിക്ക് തോന്നുന്നു കൊക്കിന്റെ തന്ത്രം രാജ്യത്ത് BJP പ്രയോഗിക്കുകയാണ്. എങ്ങനെ? പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. ഇനി മുനമ്പത്താണെങ്കിലോ വേറൊരു മതവിഭാഗത്തിലുള്ള ആളുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്, അതായത് ക്രിസ്തു മതവിശ്വാസികളാണ്. നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പൊ വളരെ തന്ത്രപൂർവമായിട്ടുള്ള ഒരു സമീപനം, ഒരു വർഗീയ രാഷ്ട്രീയം, രാജ്യത്തെ വിഭജിക്കുന്ന ഒരു രാഷ്ട്രീയം ഈ ഗവൺമെന്റ് എടുക്കുകയാണ്. അതാണ് പാർലമെന്റിൽ ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഈ ക്രൈസ്തവ വല്ലാത്ത രീതിയിലുള്ള സ്നേഹം ഇപ്പോൾ സംഘപരിവാർ BJP കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ രാജ്യസഭയിൽ നടന്ന, അതുപോലെ തന്നെ ലോകസഭയിൽ നടന്ന ചർച്ചകളിലൊക്കെ ഈ BJP പ്രകടിപ്പിച്ചത് ക്രൈസ്തവ സ്നേഹം തന്നെയാണ് പ്രകടിപ്പിച്ചത്. രാജ്യസഭയിൽ നടന്ന ആ ഒരു ചർച്ചയ്ക്കിടയിൽ ജോർജ് കുര്യനെ നോക്കിയിട്ട് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് യൂദാസ് ആണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ നടന്ന മുഴുവനായിട്ടുള്ള ചർച്ചയെ മൊത്തത്തിൽ വിലയിരുത്തിയത് BJP മുതലക്കണ്ണുനീര് ഒഴുക്കുകയാണ് ഈ ക്രൈസ്തവരുടെ പേരും പറഞ്ഞ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് മൊത്തത്തിൽ നമുക്ക് ഏത് രീതിയിലൊന്ന് വിലയിരുത്താൻ കഴിയും? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ രാഷ്ട്രീയം 2014 തുടങ്ങിയെങ്കിലും ഇന്ത്യയിലെ ജനങ്ങളൊന്ന് പഠിച്ചാൽ, നമ്മളെല്ലാവരും കേരളീയർ ഏറ്റവും കൂടുതൽ മാധ്യമ സാക്ഷരതയുള്ള ഒരു വിഭാഗമാണ്. ഏതെങ്കിലും ഒരു പത്രം നോക്കണ്ട, ഏതെങ്കിലും ഒരു ചാനൽ നോക്കണ്ട, നമ്മൾ കുറേയും കൂടിയും രാഷ്ട്രീയ ലിറ്ററസിയും അതുപോലെ തന്നെ മാധ്യമ ലിറ്ററസിയും കൂടുതലുള്ള ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് എല്ലാ മാധ്യമങ്ങളും എന്തു പറയുന്നുവെന്ന് നമ്മൾ നോക്കണം. എല്ലാ പത്രങ്ങളും എന്താണ് പറയുന്നത് എന്ന് നോക്കണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആരുടെ പക്ഷത്താണ് എന്ന്. മനുഷ്യരുടെ പക്ഷത്ത് ആരാണ് നിൽക്കുന്നത്, മനുഷ്യർക്ക് വേണ്ടി പറയുന്നത് ആരാണ്.
ഇന്ത്യയിലെ ഭരണഘടനയ്ക്ക് വേണ്ടി പറയുന്നത് ആരാണ്? ഇന്ത്യയിലെ ഭരണഘടനയ്ക്ക് വേണ്ടി പറയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നോക്കിയാൽ തന്നെ BJP-യുടെ ഈ വർഗീയ രാഷ്ട്രീയവും വിഭജന രാഷ്ട്രീയവും തന്ത്രവും അധികാരത്തിന് വേണ്ടിയുള്ള തന്ത്രവും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യമാകും. അതിന് ഉദാഹരണമായിട്ട് ഞാനിപ്പോ ഏറ്റവും അടുത്ത് ഇപ്പൊ 1998 ഒറീസയില്, ഇന്നത്തെ ഒഡീഷയിൽ ഗ്രഹാം സ്റ്റെയിൻ, ഫാദർ ഗ്രഹാം സ്റ്റെയിനെയും അതുപോലെ തന്നെ മിഷണറി ആയിട്ടുള്ള ഗ്രഹാം സ്റ്റെയിനെയും അദ്ദേഹത്തിന്റെ 2 മക്കളെയും വാഹനത്തിലിട്ട് ചുട്ടുകൊന്നത്. ബജ്രംഗ് ദളാണ് അതിന് നേതൃത്വം. ആ നേതാവിനെ അറസ്റ്റ് ചെയ്തു. അതിദാരുണമായ സംഭവമാണ് നടന്നത്. അദ്ദേഹം ചെയ്തത് എന്താ? അവിടുത്തെ കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം ഏറ്റെടുത്തത്. പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് ഏറ്റെടുത്തത്. മദർ തെരേസയ്ക്ക് കൊടുത്ത ബഹുമതി പോലും തിരിച്ചെടുക്കണം എന്ന് BJP പറയുകയുണ്ടായി. മദർ തെരേസ എന്താ ചെയ്തത്? പശ്ചിമ ബംഗാളിൽ ഒരു മിഷണറി സ്ഥാപനം ഉണ്ടാക്കി. അതിനു മുൻപേ അവിടുത്തെ അഗതികളായിട്ടുള്ള അല്ലെങ്കിൽ കുഷ്ഠരോഗികളായിട്ടുള്ള ദരിദ്ര നാരായണന്മാരായിട്ടുള്ള ഈ മനുഷ്യർക്ക് വേണ്ട സഹായം കൊടുത്തു. അവർക്ക് വേണ്ട സേവനം അവർ ജീവിതാന്ത്യം വരെ കൊടുത്തു എന്നുള്ളതാണ് അവർ ചെയ്തത്. അപ്പൊ ഒരു നല്ലത് ചെയ്യുന്നത് കണ്ടാൽ എല്ലാ മനുഷ്യരും അതിന്റെ കൂടെ ചേരും. അത് ഏത് മതമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, എന്തുമാവട്ടെ, അത് അതിന്റെ കൂടെ ചേരുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. മനുഷ്യരെ എപ്പോഴും എനിക്ക് ദ്രോഹം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതല്ലല്ലോ മനുഷ്യർ. ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നാളെ ജീവിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് മനുഷ്യർ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിച്ചു. പക്ഷെ ആ മദർ തെരേസയെ പോലും അവഹേളിക്കുന്ന സമീപനം BJP എടുത്തു. അതിനുശേഷം സ്റ്റാൻ സ്വാമി, അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ചെയ്തത് എന്താ? ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. മരണം വരെയും ജയിലിലടച്ചു അദ്ദേഹത്തെ. കൊന്നു എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുക. ഇന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 100 കണക്കിന് മാധ്യമ പ്രവർത്തകർ ഇന്ത്യയിലെ ജയിലുകളിലുണ്ട്. എന്താ അവര് ചെയ്ത കുറ്റം? അവർ ചെയ്ത കുറ്റം ഗവൺമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ BJP ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചു. ഭരണകൂടത്തിനെതിരെ സംസാരിച്ചു. ഭരണകൂടത്തിനെതിരെ എന്ന് പറയുമ്പോൾ ആ ഭരണകൂടം ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് അതാണല്ലോ ബേസ്, ആ അടിസ്ഥാനപരമായ നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്നു. അത് നമുക്ക് ആപത്താണ്. ആ അടിസ്ഥാനം തകർന്നാൽ ഇന്ത്യ ഇന്നലെകളിൽ എന്തായിരുന്നോ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തായിരുന്നോ അതിലേക്ക് പോകും. അത് മനുഷ്യാവകാശങ്ങൾ ഇല്ലാത്തൊരു സമൂഹമാണ്. അപ്പൊ അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ ചെയ്തത്. അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനിസിന്റെ വിഷയമാണല്ലോ നമ്മൾ പറഞ്ഞത്. ക്രിസ്തു മതവിശ്വാസികളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഇപ്പൊ പാർലമെന്റിൽ നമ്മൾ ഈ വഖഫ് ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്താണ് മധ്യപ്രദേശിൽ ജബൽപൂരിൽ ആക്രമണം നടക്കുന്നത്. പോലീസുകാരുടെ മുന്നിലിട്ട് ഒരു സ്ത്രീ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞപ്പോ സ്ത്രീനെ കുറച്ച് കാണാനല്ല. സ്ത്രീകൾ സാധാരണഗതിയിൽ അത്രയ്ക്കൊരു അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉള്ളവരല്ല പൊതുവെ. പക്ഷെ ആ സ്ത്രീകൾക്ക് പോലും അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന മാനസികാവസ്ഥ BJP ഉണ്ടാക്കുകയാണ്. ഒരു വൈദികനെ പോലീസുകാരുടെ മുന്നിൽ വെച്ച് ഒരു പറ്റം ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറുന്ന സമയത്തും ഈ സ്ത്രീ അദ്ദേഹത്തെ തലക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി സംഭവങ്ങൾ. ഇപ്പോ ഒരു ക്രിസ്മസ് കാലത്താണ് കന്യാസ്ത്രീകളെയൊക്കെ ആക്രമിച്ച് ഒക്കെ കയറിയത്. അന്ന് അവർക്ക് പ്രാർത്ഥിക്കാൻ ക്രിസ്മസ് ആഘോഷം വേണ്ടാന്ന് പറഞ്ഞു. ക്രിസ്മസ് ആഘോഷിക്കാൻ പ്രാർത്ഥനയ്ക്ക് CPIM-ന്റെ ഓഫീസ് വിട്ടുകൊടുത്തൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചറിയാലോ ഇവരാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്ത ജോൺ ബ്രിട്ടാസിനോടുള്ള സമീപനം എന്തായിരുന്നു? അല്ലേ? മാധ്യമപ്രവർത്തകരോടുള്ള സമീപനം എന്തായിരുന്നു? അതിന്റെ ഒരു ബാക്കിയാണ് സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ. അതെ, അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം അങ്ങനെ പറയാൻ പറ്റിയൊരു ഒരു നിലവാരം അദ്ദേഹം പുലർത്തുന്നില്ല. സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിനോ സാധാരണ മനുഷ്യർക്കോ വിലയിരുത്താൻ പറ്റുന്ന ഒരു നിലപാട് ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ടീച്ചറെ, വഖഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് കിരൺ റിജിജുവിന്റെ, കപിൽ സിബലിന്റെ ഒക്കെ ടീച്ചർ പ്രസ്താവന കേട്ടിരുന്നോ? തീർച്ചയായിട്ടും കേട്ടു. ശ്രീ മർക്കണ്ഡേയ ഗഡ്ജു സുപ്രീം കോടതിയിലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ജഡ്ജായിരുന്നു. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഈ ബില്ല് ഒരു ഇറലവന്റ് ആണ്, ഇന്നത്തെ സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല. അത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ്, മറിച്ച് മുസ്ലിംസിനെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ബില്ലാണ്. നമ്മളത് ഉടനീളം പരിശോധിച്ചാൽ അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ ബിജെപിയുടെ പിന്നിലുള്ള സംഘപരിവാരം വിശ്വസിക്കുന്ന തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഗോൾവാൾക്കറുടെ വിചാരധാരയാണ്.
ആ വിചാരധാരയിൽ വളരെ കൃത്യമായി അക്കമിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങളാണ്, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്ത്യൻസ് ഒക്കെ വായിച്ചിരിക്കേണ്ട പുസ്തകമാണത്. ക്രിസ്ത്യൻസ് ആണ്, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ശത്രുവായി? അവർ ഈ ജാതി മതത്തിന് അതീതമായി മനുഷ്യരെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. ബെർട്രാൻഡ് റസ്സൽ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ, ഈ പ്രകൃതിയിൽ മനുഷ്യർക്ക് എല്ലാവർക്കും സ്വർഗതുല്യമായി ജീവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓരോ മനുഷ്യനും മാനവികതയെ കുറിച്ച് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയെ കുറിച്ച് സംസാരിക്കുകയും അതിന്റെ വഴിയിലൂടെ നീങ്ങുകയും ചെയ്താൽ ഇവിടെ ഒരു പാരഡൈസ് ഉണ്ടാക്കാം എന്നാണ് ബെർട്രാൻഡ് റസ്സൽ അതിൽ പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് അതിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതൊരു സാർവലൗകിക നാശത്തിലേക്കായിരിക്കും നമ്മൾ പോവുക എന്നുള്ള ബെർട്രാൻഡ് റസ്സലിന്റെ വാക്കുകൾ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. കാരണം ഹ്യൂമാനിറ്റിയാണ് ഏറ്റവും നല്ല അഭയകേന്ദ്രം എന്ന് ടാഗോറും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കപിൽ സിബൽ, അദ്ദേഹം അറിയപ്പെടുന്ന നിയമജ്ഞനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം വളരെ കൃത്യമായൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പാർലമെന്റിൽ വെക്കുന്നുണ്ട്. രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഇപ്പോ 9 ലക്ഷം ഏക്കർ സ്ഥലം ഈ വഖഫിന്റെ കീഴിലുണ്ട്, വഖഫ് കൗൺസിലിന്റെ അണ്ടറിലുണ്ട് എന്നാണല്ലോ വാദിക്കുന്നത്. അതൊക്കെ എടുത്ത് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല, മുസ്ലിങ്ങളെ തന്നെ രക്ഷിക്കും എന്നാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ സ്വത്തുണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര ഈ 3 സംസ്ഥാനങ്ങളിലെ മാത്രം ദേവസ്വം ബോർഡുകളുടെ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഹൈന്ദവ സംവിധാനത്തിന്റെ കീഴിൽ, ക്ഷേത്ര സംവിധാനത്തിന്റെ കീഴിൽ തിരുമല തിരുപ്പതി ദേവസ്വവും അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 10 ലക്ഷം കോടിയിലധികം വരുന്ന ആസ്തികൾ അതിനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 3 സംസ്ഥാനങ്ങളിൽ കൂടി മാത്രം എടുത്താൽ വഖഫിന്റെ കയ്യിലുള്ള ആസ്തിയേക്കാൾ, സമ്പത്തിനേക്കാൾ കൂടുതൽ സമ്പത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഈ നിയമം എല്ലാ മനുഷ്യർക്കും വേണ്ടിയല്ല. അത് മാർക്കണ്ഡേയ കട്ജുവും പറയുന്നുണ്ട്. 1 നാഷൻ 1 ഇലക്ഷൻ എന്ന് പറയുമ്പോ 1 നാഷൻ 1 ലോ വേണ്ടേ? ഇല്ലേ? അങ്ങനെ ഒരു നീതി, ആ നീതി ഇതിന്റെ അകത്ത് പറയുന്നുണ്ടോ? വഖഫ് മുസ്ലിം വിഭാഗത്തും ഇങ്ങനെ കേന്ദ്രീകരിച്ച് സ്വത്തുക്കൾ വെക്കുന്നു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനൊക്കെയാണ് ഇവരിന്റെ ബദലായിട്ട് പറയുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? ഈ വഖഫിന്റെ കീഴിലുള്ള സ്വത്തുക്കളിൽ 99% പോലും ആ മേഖലയിലുള്ള ആളുകൾക്ക് ഗുണപ്പെടുന്നില്ല, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നില്ല എന്നൊരു ഇതാണ് കണ്ടെത്തിയത്. അപ്പൊ അതിന് പകരം എന്താണ് ചെയ്യേണ്ടത്? അത് പിടിച്ചെടുത്ത് ആ മുസ്ലിം വിഭാഗത്തിന് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ തകർത്ത് അതിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൂടി ആ കാര്യങ്ങൾ നിയന്ത്രിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം വിഭാഗത്തെ മാനസികമായി അരക്ഷിതരാക്കുകയാണ്. ആ രക്ഷിതാവസ്ഥ ഉണ്ടാക്കി സമൂഹത്തിൽ ഒരു ഭിന്നപ്പ് ഉണ്ടാക്കുക. ഇനി ഇത് മുനമ്പത്തെ ക്രിസ്ത്യൻസിനെ സംരക്ഷിക്കാനാണ് എന്ന് വ്യാജ പ്രചരണത്തിലൂടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും മതപരമായി വിഭജിക്കുക. ഇങ്ങനെ വലിയ ഗൂഢതന്ത്രം ഈ ഇതിനകത്ത് ഇവരെടുക്കുന്നുണ്ട്. അത് തുറന്നു കാട്ടുകയാണ് ഈ പ്രധാനപ്പെട്ട ഈ ശ്രീ മാർക്കണ്ഡേയ കട്ജു ജസ്റ്റിസും അതുപോലെ തന്നെ നിയമജ്ഞനും കൂടിയായിട്ടുള്ള ശ്രീ കപിൽ സിബലും ചെയ്തിട്ടുള്ളത്. നിയമസഭയിൽ, പാർലമെന്റിനകത്തും രാജ്യസഭയിലകത്തും ശ്രീ ജോൺ ബ്രിട്ടാസ്, അതുപോലെ തന്നെ ശ്രീ കെ രാധാകൃഷ്ണൻ വളരെ കടുത്ത ഒരു നിലപാട് മനുഷ്യർക്ക് വേണ്ടി, ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഇവിടെ 24-ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നു, രണ്ടുപേരും ഇവിടെ ഉണ്ടാകേണ്ട ആളുകളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് പാർട്ടി നിർദ്ദേശപ്രകാരം രാജ്യം നേരിടുന്ന ഒരു വിഭജനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയത്ത്, മതനിരപേക്ഷതയെ തകർക്കുന്ന ഒരു അന്തരീക്ഷം ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാർലമെന്റിൽ വേണം, രാജ്യസഭയിൽ വേണം എന്ന് പറയുകയും അവർ തങ്ങളെ രാജ്യത്തെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ഇടതുപക്ഷം ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി, ബ്രിട്ടാസൊക്കെ വളരെ കർക്കശ്യമായി അതിൻ്റെ അകത്ത് നിലപാടെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്? ഞാൻ പറയും, യേശുക്രിസ്തുവിനെ ചുംബനത്തിലൂടെയും ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. യേശുക്രിസ്തുവിന് യൂദാസ് ചുംബിച്ചിട്ട് ഒറ്റിക്കൊടുത്ത സാഹചര്യമുണ്ട്. ഏതാണ്ട് ആ ഒരു ചുംബനമാണ് മുസ്ലിങ്ങളുടെ രക്ഷിക്കുന്നു എന്നുള്ള പേരിൽ ഈ വഖഫ് ബില്ലില് ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും എടുത്തിട്ടുള്ള ഒരു സമീപനം. അതുപോലെ തന്നെ ശ്രീ കെ രാധാകൃഷ്ണൻ, അദ്ദേഹം നിയോമുള്ളറുടെ ഒരു കവിത ഉദ്ധരിക്കുകയുണ്ടായി പാർലമെന്റിനകത്ത്. ഇവര് ഓരോരുത്തരെയായിട്ടാണ് പിടിക്കാൻ വരിക.
ആദ്യം മുസ്ലിങ്ങൾ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. വീണ്ടും രാജ്യത്ത് ക്രിസ്ത്യൻസ് ശത്രുക്കളായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപിക്കുക മാത്രമല്ലല്ലോ, കണ്ണുള്ളവർക്കൊക്കെ കാണാമല്ലോ. അതെ. ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന മുസ്ലിം വേട്ടയും ക്രിസ്ത്യൻ വേട്ടയും കണ്ണുള്ളവർക്ക് ഒക്കെ കാണാം. അവരുടെ സംസാര ഭാഷയിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും അവരോട് കാണിക്കുന്ന എന്താ പറയുക പ്രീണനവും അവരോട് കാണിക്കുന്ന ശത്രുതയും വൈരാഗ്യവും ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ഒരു മുന്നയെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഒരു മുന്ന ഒരു വൈദികന്റെ മുന്നിൽ നിന്നിട്ട് അദ്ദേഹം വിശ്വസിക്കാത്ത ഒരു വിഗ്രഹം വളരെ ഭവ്യതയോടുകൂടി ഏറ്റുവാങ്ങുന്നു. കാരണം ഒരു ഇലക്ഷനെ നേരിടുകയാണ്. അപ്പോ ആ മുന്ന എങ്ങനെയാണോ മുന്നയെ നമ്മൾ കണ്ടു ആ സിനിമയിൽ, വളരെ സാത്വിക ഭാഷയോ ശരീരഭാഷയും ഭാവവും ഒക്കെ ഉള്ള മനുഷ്യൻ എങ്ങനെയാണ് ഭീകരരൂപിയായി മാറുന്നത് എന്ന് കൃത്യമായി ആ സിനിമയിലും എമ്പുരാനിലും ചിത്രീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുന്നമാരെ തുറന്നു കാട്ടിയ ഒരു ഡിസ്കഷൻ കൂടിയായിരുന്നു വഖഫ് ബില്ലുമായി നേരിട്ടുകൊണ്ട് പാർലമെന്റിൽ നടന്നത്. ഇത്തരത്തിലുള്ള മുന്നമാരെ രാജ്യത്തെ ജനങ്ങൾ, മതനിരപേക്ഷവാദികൾ, ജാതിക്കും മതത്തിനും അതീതമായി തിരിച്ചറിയണം എന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിയോമുള്ളർ എന്താ പറഞ്ഞത്? നിങ്ങളെ പിടിക്കാൻ വരും, നിങ്ങൾ ഓരോരുത്തരെയും ശത്രുപക്ഷത്ത് നിർത്തും. അവസാനം എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി, പക്ഷെ ഞാൻ ചുറ്റും എൻ്റെ കൂടെ ആ പ്രതികരിക്കാൻ ആരെയും കണ്ടില്ല എന്നുള്ള തരത്തിലേക്ക് രാജ്യം പോകുന്നു. അത് പൊയ്ക്കൂടാ. വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് രാജ്യത്തിന്റെ ശത്രുക്കൾ ആരാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും സമരം ചിട്ടപ്പെടുത്തുകയും ചെയ്യണം എന്ന് തന്നെയാണ് നമ്മളെ ഈ വഖഫ് ബില്ലിന്റെ ചർച്ചയുമായും അതിനോടുള്ള നിലപാടുമായും ഭരണകക്ഷിയുടെ നിലപാടുമായും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. ഏകപക്ഷീയമായിട്ടാണ് ബില്ലിനോട് എടുത്തിട്ടുള്ള സമീപനം. ഇപ്പോ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചു. 44 ഭേദഗതികൾ അതിൽ ഉന്നയിക്കപ്പെട്ടു. ആ 44നെയും തള്ളി ഭരണപക്ഷത്തെ 14 ഭേദഗതി അംഗീകരിച്ച് അവര് പാസാക്കി. അപ്പൊ അതില് മാധ്യമങ്ങളിൽ ചില കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ മാധ്യമ ചർച്ചയിൽ ഇരിക്കുന്നത്. RSSനും അങ്ങനെ മത തീവ്രവാദികൾക്കും വേണ്ടി ബാധിക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അവര് പറയുന്നത് അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം മാത്രമല്ലല്ലോ, ജനങ്ങളുടെ ശബ്ദം കേട്ട് അതിനനുസരിച്ച് ഭരിക്കുക, അതിനുവേണ്ടി പാർലമെന്റിൽ നിലപാടെടുക്കുക എന്നുകൂടിയുണ്ട് ജനാധിപത്യത്തിന്റെ അർത്ഥം. ജയിച്ചവരുടെ മാത്രം വേദിയല്ല ജനാധിപത്യം, തോറ്റവരുടെ കൂടി പരിഗണിക്കുന്നതാണ് ജനാധിപത്യം. അല്ലെങ്കിൽ പിന്നെ ഏകാധിപത്യമായി പോകും. അല്ലെങ്കിൽ രാജവാഴ്ച എന്ന് പറഞ്ഞാൽ രാജാവ് ആരാണോ അയാൾ പറയുന്നത് ബാക്കി എല്ലാവരും അംഗീകരിക്കുക. അതൊക്കെ പോയി. പക്ഷെ ആ രാജവാഴ്ചയും ഈ ഏകാധിപത്യ ജന്മിത്വവും ഒക്കെ ഇവിടുന്ന് പോയി എന്ന് ബോധ്യപ്പെടാത്ത ആളുകൾ പോലും നിർഭാഗ്യവശാൽ ഇന്ത്യൻ പാർലമെന്റിനകത്തുണ്ട്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒക്കെ ചില കാര്യങ്ങളൊക്കെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതിനെതിരെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുക, ഹ്യൂമാനിറ്റി ഉയർത്തിപ്പിടിക്കുക, ഡെമോക്രാറ്റിക്കായി ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പോംവഴി.